അല്ല, അത് അനുഭവിച്ച കുട്ടികൾ തന്നെയാണല്ലോ മൊഴി കൊടുത്തിരിക്കുന്നത്. അത് നടന്ന കാര്യമാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതേക്കുറിച്ച് നേരത്തെ തന്നെ നമ്മൾ നടിയെ ആക്രമിക്കപ്പെട്ട കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൽ പല കാര്യങ്ങളും നമ്മൾ നേരത്തെ അറിഞ്ഞതാണല്ലോ. അപ്പോൾ പിന്നെ ഇപ്പോൾ ഈ റിപ്പോർട്ട് വന്നപ്പോൾ അത് ഉറപ്പായിട്ടും ഇതൊക്കെ നടന്നിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാതെ തന്നെ നമ്മൾ കേട്ടിട്ടുണ്ട്, നേരത്തെയൊക്കെ തന്നെ ഇത്തരം അനുഭവങ്ങളൊക്കെ ഉള്ള ആൾക്കാരൊക്കെ നമ്മളോട് ഷെയർ ചെയ്തിട്ടുണ്ട് കുറെ കാര്യങ്ങളൊക്കെ. എല്ലാവരുമല്ല, ചില ആൾക്കാർ. അപ്പൊ ഇപ്പൊ ഈ റിപ്പോർട്ട് വന്നപ്പോ സിനിമാ മേഖല മൊത്തത്തിൽ അങ്ങനെയുള്ള ആൾക്കാർ മാത്രമാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ചില ആൾക്കാര്, കുറച്ചാൾക്കാര് ഇതിന് ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. ഉണ്ട്. കേട്ടില്ല. സർക്കാർ ഇടപെടണം. അതായത് ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ വന്നിരിക്കുന്ന പ്രതികളായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, അവരൊക്കെ വലിയ ഉന്നത സ്ഥാനങ്ങളിൽ പല സംഘടനകളിലും ഒക്കെ പിന്നെ മുകളിലിരിക്കുന്ന ഭാരവാഹികളൊക്കെ ആയിട്ടുള്ളവരുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്കെതിരെ നടപടി എടുത്തില്ലെങ്കിൽ അവർ പിന്നെയും ഇത് തന്നെയല്ലേ തുടരുക. അവർക്കെതിരെ നടപടി എടുക്കണം, അവരെ മാറ്റി നിർത്തണമെന്നുള്ളതാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. ഇത് 5 വർഷത്തിന് മുമ്പ് കൊടുത്തതാണോ? ഈ റിപ്പോർട്ട് കൊടുത്തതാണോ? അതേക്കുറിച്ച് എനിക്ക് അറിയില്ല കേട്ടോ. പക്ഷെ ഇത് വരുമെന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ഈ റിപ്പോർട്ട് വരുന്നുണ്ട്, അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നൊക്കെ നമുക്കറിയാമായിരുന്നു. പരാതി കൊടുക്കാൻ തയ്യാറാവണം ഈ പെൺകുട്ടികൾ. ഞാൻ ആ നടിമാരോട് ആവശ്യപ്പെടുകയാണ്, നിങ്ങൾ പരാതി കൊടുക്കണമെന്നുള്ളതാണ്. കാരണം കൊടുക്കാതിരിക്കുമ്പോൾ ഇതൊരു പിന്നെ ഇനിയുള്ള കാലം ഇത് തന്നെ നടന്നുകൊണ്ടിരിക്കും അല്ലേ. ഇപ്പൊ ശാരദാ മാഡം തന്നെ പറഞ്ഞത്, ശാരദാ മാഡം അഭിനയിച്ച കാലം മുതൽ സ്ത്രീകൾ ചൂഷണത്തിന് വിധേയരായിക്കൊണ്ടിരിക്കുന്നു, അത് ഇപ്പോഴും തുടരുന്നു എന്നാ. അപ്പൊ ഇനി ഇതിനകത്ത് നടപടിയൊന്നും ഉണ്ടായില്ലെങ്കിൽ ഇത് തുടരുമെന്നുള്ളതല്ലേ ഇവർക്കെതിരെയൊക്കെ. ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല, ഉണ്ടായിട്ടുണ്ട്. ഞാൻ അപ്പോൾ തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. ഒരു സംവിധായകൻ ആ സംവിധായകന്റെ സിനിമയിൽ അഭിനയിക്കാൻ ഞാൻ വന്ന സമയത്താണ് കേട്ടോ, നല്ല തിരക്ക് പിടിച്ച് നിൽക്കുന്ന സമയത്താണ് ഒരു സംവിധായകൻ ആ സംവിധായകന്റെ സിനിമയിലേക്ക് അഭിനയിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ അയ്യോ ആ സംവിധായകൻ ഭയങ്കര കുഴപ്പക്കാരനാണ് പ്രശ്നമാണെന്ന് പറഞ്ഞ് ആകെ ഭയന്നിട്ടാണ്. പിന്നെ എനിക്ക് എന്റെ വാപ്പേന്റെ കൂടെ ഉള്ളതുകൊണ്ടൊരു ധൈര്യം ഉണ്ടായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ സംവിധായകന്റെ ഒരു രീതികളുണ്ട്. അയാള് നമ്മൾ അഭിനയിക്കാൻ ചെല്ലുന്ന നടിമാരോട് ആദ്യം ഭയങ്കര സ്വാതന്ത്ര്യം, എല്ലാം നമുക്കിഷ്ടമുള്ള ഡ്രസ്സ് അവർക്കിഷ്ടമുള്ള ഡ്രസ്സ് കൊടുക്കും, പൊട്ട് വെക്കണം പൊട്ട് വെച്ചോളൂ, എല്ലാ സ്വാതന്ത്ര്യം, ഭയങ്കര സ്നേഹമാണ്. പക്ഷെ പിന്നീട് പുള്ളി നമ്മളോട് റൂമിലേക്ക് ചെല്ലാൻ ആവശ്യപ്പെടും, ഫോണിലൂടെ റൂമിലേക്ക് ചെല്ലാൻ ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ എന്റെ ഫാദറിനെയും കൊണ്ടാണ് ചെന്നത്. ഇല്ല അദ്ദേഹം മരിച്ചുപോയി. അതുകൊണ്ട് അത് പറയുന്നതിൽ അർത്ഥമില്ല. ഞാൻ അന്ന് തന്നെ പ്രതികരിക്കുകയും ചെയ്തതാണ്. പിന്നെ സെറ്റിൽ വരുമ്പോൾ ഈ വ്യക്തി വളരെ മോശമായി നമ്മളോട് പെരുമാറും. നമ്മൾ നന്നായിട്ട് അഭിനയിച്ചാലും മോശമാണെന്ന് പറയും, നമ്മളെ വല്ലാതെ ഇൻസൾട്ട് ചെയ്യും സെറ്റിൽ. അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഞാൻ പ്രതികരിച്ചു. ഞാൻ ചെരുപ്പൂരി അതൊക്കെ വാർത്ത, അന്ന് മീഡിയ ഒന്നും ഇല്ലല്ലോ, മീഡിയ ഇല്ലാത്ത കാലമാണ്. മാസികകളാണ് വരുന്നത്, നാന പോലെയുള്ള മാസികകൾ അന്ന് അത് എഴുതി വന്നതാണ്.